കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരിൽ ജീവനോടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ഈ സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രാർത്ഥനയിൽ ശരണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2020 മുതൽ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അച്ഛൻ്റെ പ്രത്യേക ആരോഗ്യത്തെ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അത് ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടാക്കി ഈശോയെ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി ഈ നോമ്പുകാല അരൂപിയിൽ തന്നെ തുടർന്നും ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാസനത്തിൽ ഞങ്ങളോട് നിഷ്കർഷിച്ചിട്ടുള്ള 6 മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ഈശോയെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
കാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ആരാധിച്ചില്ല താണുകളുമില്ല, ആശ്രയിച്ചില്ല ദിവ്യകാരുണ്യത്തെ. കൈകൾ വീശി ആരാധിച്ചില്ല താണുകളുമില്ല, ആശ്രയിച്ചില്ല ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചില്ല താണുകളുമില്ല, ആശ്രയിച്ചില്ല ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ സന്ദേശത്താൽ സൗഖ്യപ്പെടുത്തണമേ, ഹൃദയവേദനകൾക്ക് സമാധാനം നൽകണമേ, ആശ്വാസം പകരണമേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം സ്തുതി ആരാധന ആരാധന ആശ്രയിച്ചിട ദിവ്യ ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളെയും ആവശ്യങ്ങളെയും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശോനാഥന് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ആയിരിക്കുന്നിടങ്ങളിൽ അവിടുന്ന് സംരക്ഷിച്ച് സഹായിക്കുകയും സൗഖ്യവും സമാധാനവും നൽകി ഓരോ ദിവസവും ഉടമ്പടി എടുത്തവരെയും നിയോഗങ്ങൾ സമർപ്പിച്ചവരെയും പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തുതി, ആരാധന, മഹത്വം കർത്താവേ, സ്തുതി, ആരാധന, മഹത്വം, സ്തുതി, ആരാധന, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കൈകൾ ഉയർത്തിച്ചുകൊണ്ട് ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ വണങ്ങിയിടാം ദൈവം കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ വണങ്ങിയിടാം ദൈവം കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, കൂടി ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഞങ്ങൾ താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ ഏറ്റവും പ്രിയനായോനേ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ.
ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മരിയയുടെ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്ന സ്നേഹിച്ചിടാം യേശുവിനെ ഏകരക്ഷകനെ, സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ. കൈകൾ ഉയർത്തിച്ചുകൊണ്ട് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിക്കാം. ഹല്ലേലൂയ യേശുവേ.
കൃപാസനത്തിലെ ഒരു വർഷത്തെ 2 പ്രധാനപ്പെട്ട മാസമാണ് മെയ് മാസം, ഒക്ടോബർ മാസം. അമ്മയുടെ അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മാസമാണ് അത്. മെയ് മാസത്തിൽ അമ്മയുടെ വണക്ക മാസമാണ്. ഓരോ ദിവസവും അമ്മയുടെ വണക്കവും വായിക്കുകയും ദൈവവചന ശുശ്രൂഷ നടത്തുകയും അങ്ങനെ ഒരു പ്രത്യേക പരിചരണങ്ങൾ ആൾക്കാരെയുണ്ട്. അത് ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് വണക്കമാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ പറ്റും. അതുവേണ്ടി ഓഫീസുകളിൽ നിങ്ങൾ വണക്കം നിയോഗം എഴുതി കൊടുത്തിട്ട് രസീത് വാങ്ങേണ്ടതാണ്. കൃപാസനത്തിലെ സന്യസ്തരായിട്ടും ശുശ്രൂഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, സമർപ്പ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവരും എൺപത്തിരണ്ട് 81 29 75 11 നമ്പറിൽ വിളിച്ച് അതിൻ്റെ വിശദവിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. കൃപാസനത്തിൽ സന്യസ്ത സമർപ്പണ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവർ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷിതയായി ജീവിതം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അവർ ഇത് വാട്സപ്പ് നമ്പറാണ് 82 81 29 75 11. ഇനി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ലോകത്തിലെ എല്ലാ കോൺവെന്റിലും ചിലപ്പോൾ ഒരു വർഷത്തിനൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സിസ്റ്റേഴ്സുണ്ട്. അവർക്ക് കൃപാസനത്തിൽ വന്നിട്ട് വിജയകരമായ രീതിയിൽ അവിടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോകാൻ പറ്റും, ശുശ്രൂഷ ചെയ്യാനും പറ്റും. അതിനവർക്ക് ചാപ്പലുണ്ട്. അവരുടെ കൃപാസനത്തിൻ്റെ കോൺവെൻ്റ് ചാപ്പൽ ഈ ദിവസങ്ങളിൽ ആലപ്പുഴ രൂപതാധ്യക്ഷൻ അഭിനന്ദ ആനാവർമ്മ പിതാവ് വന്ന് വെഞ്ചരിക്കുകയുണ്ടായി. അവരുടെ കൃപാസനം തന്നെ രൂപതയിലെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായിട്ട് രൂപത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃപാസനത്തിൽ വന്ന് രൂപതയുടെ തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ ഇവിടെ തീർത്ഥാടനം ചെയ്യുന്നവർക്കും അതനുസരിച്ച് അനുരഞ്ജന ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്കും അതിൻ്റെ പരിചരണങ്ങൾ ലഭിക്കുന്നവർക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം, ജൂബിലി വർഷം മാർപ്പാപ്പ കൽപ്പിച്ച് നൽകുന്ന ദണ്ഡവിമോചനം കൃപാസനത്തിൽ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ, തീർത്ഥാടകർ പ്രത്യേകിച്ച്. അതിന് നമ്മൾ കൃപാസനം മിഷൻ സെൻ്റർ എന്നും പറഞ്ഞ് കൃപാസനത്തിന് നേരെ പടിഞ്ഞാറ് വശത്ത് നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിൽ ഒരു ചാപ്പലും ബാക്കിയുള്ള സൗകര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജൂബിലി തീർത്ഥാടനമായിട്ട് വരുന്നവർ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി കുമ്പസാരിച്ചിട്ട് അതിൻ്റെ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ ആണ്, അലക്സ് ഉച്ചിക്കാരൻ അച്ഛനാണ് അതിൻ്റെ ചാർജുള്ളത്. കൃപാസനം സ്റ്റാളിലെ നേർച്ച വസ്തുക്കൾ നമുക്കറിയാം. കൃപാസനത്തിൻ്റെ അടിസ്ഥാന ശുശ്രൂഷകൾ വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസ പ്രഖ്യാപനം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പ്രയോഗം. അതിൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം വെഞ്ചരിച്ചത് കൃപാസനത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കാര്യം അത് അത്രയും പരിശുദ്ധമായതുകൊണ്ട് പുറത്ത് കിട്ടത്തില്ല. പിന്നെ ചെറിയ കൃപാസനത്തിൻ്റെ ആണ് വെഞ്ചരിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേർച്ച വസ്തുക്കളല്ലാത്ത വസ്തുക്കളൊക്കെ വെറും വസ്തുക്കൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ കരുതുന്നുണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിക്കാതിരിക്കാതെ നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ അതല്ല, വെഞ്ചരിച്ച വസ്തുക്കൾ കൃപാസനത്തിനകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാര്യം നിങ്ങൾ തെറ്റകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കൃപാസനം 22 ഭാഷകളിലുണ്ട്. ചൈനീസ് ഭാഷ ഉൾപ്പെടെയാണ്, ജപ്പാൻ ചൈനീസ് ഭാഷ ഉൾപ്പെടെയാണ് ഇപ്പോൾ 22 ഭാഷകളിലേക്ക് കൃപാസനം പത്രം ഉള്ളത്. അത് ആർക്കെങ്കിലും ഇപ്പോൾ അറബികളിലേക്കും അടുത്ത മാസം മുതൽ ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ച് പത്രം വരും. അപ്പോൾ എന്തുമാത്രം ലോകത്തിൻ്റെ വ്യാപകമായ രീതിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോൾ സിമ്പിളാണ് ശരിക്കും. കാര്യം എന്ന് വെച്ചാൽ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കണ്ണീര് വെപ്പേണ്ടത് അമ്മയുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യം മാത്രമല്ല. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് ദൈവം നൽകുന്ന അടയാളമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ എൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്നാൽ പാട്ടും പാടി നിൽക്കുന്നത് ഇവിടെ ഒരു ടെൻഷനും ഇല്ലാതെ. കാര്യം എനിക്കറിയാം, ഞാനൊരാളായിട്ട് ഇവിടെ നിന്നാൽ മതി. ചെയ്യേണ്ട കാര്യം എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അമ്മ ആൾക്കാർക്ക് അടയാളം നൽകിക്കൊള്ളും. അപ്പോൾ നിങ്ങളിതൊന്നും അച്ഛൻ്റെ പേരില സ്ഥാപനത്തിൻ്റെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവിടെ നിന്ന് മുകളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ലോകത്തിനെ സന്ദേശം കൈമാറുകയും ചെയ്യേണ്ടത് സ്വർഗത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി പ്രാർത്ഥന വന്നിരിക്കുന്നതും നിങ്ങൾക്ക് അടയാളം ലഭിക്കുന്നതും. അപ്പോൾ ഉടമ്പടി വൃത്തിമനയായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. 10-40 പേരുടെയൊക്കെ 50 മണി ആരാധന ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവവിളിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടപ്രാർത്ഥന നടത്താൻ പറ്റും, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് അതിൻ്റെ കാര്യവിചാരങ്ങളും ജപമാലയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭ്രമിപ്പിക്കും. കാര്യം നാനാജാതി മതസ്ഥർ ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ 4 മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. 40 വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസാണ് ചിലർ 40 വർഷമൊക്കെ ഈ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ച പിടിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് 4 മണിക്കൂറാണിത് കേൾക്കണത്, ദൈവകാര്യം കേൾക്കണത്. പക്ഷെ അവരതിൻ്റെ അകത്ത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം. ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ജീവന്റെ തിരുഭോജനേ ആരാധന ജീവന്റെ തിരുഭോജനേ ആരാധന ജീവന്റെ തിരുഭോജനേ. യോഹന്നാൻ 6:45. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരുമാണ്, അല്ലാതെ കുറച്ച് പേര് സെമിനാരി ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ 10 കൊല്ലം പഠിക്കണ അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ്. എന്താണ്? അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പം ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ,
50 പേർക്ക് ഞാൻ ജോസഫച്ചൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കുകയാണ്, അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പൊ ഓരോ വചനത്തിൻ്റെയും അതിൻ്റെ മിഷൻ എന്താണ്? ദൗത്യം. വചനത്തിൻ്റെ ദൗത്യം എന്താണ്? ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എന്താണ്? പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് പോണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നടക്കേണ്ട വഴി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം എല്ലാ ഈച്ച് ആൻഡ് എവരി ഡിസിഷന്, തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡ് ഉണ്ട്. പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട്. ലൈറ്റ് ഓഫ് ദി വേൾഡ്, ലൈറ്റ് ഓഫ് ദി വേർഡ്, പ്രകാശത്തിൻ്റെ വചനം. അതായത് ഓരോ വിഷയത്തിനും അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്താണ്? അരമണിക്കൂർ വചനം വായിക്കുക. പിന്നെന്താണ്? ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക. ഇപ്പം അഡീഷണലായിട്ട് വെച്ചിരിക്കണത് എന്താണ്? ഡെയിലി ബ്രെഡ്. അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ. ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരണത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു കോതമംഗലത്ത് ഒരു കൊച്ചുണ്ട്, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവൻ സാക്ഷ്യം പറഞ്ഞ അവന് ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസാണ്. അവനെന്താ ചെയ്യണത്? അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും, എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ച് വെക്കും. അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. 2 മാസത്തെ വചനങ്ങൾ ഗൃഹപാഠമായിട്ട് പഠിച്ചു. 102 വചനങ്ങൾ പഠിച്ചു. 302 വചനങ്ങൾ അവൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ്. കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അച്ഛനായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 10-39 കൊല്ലം ആയി, അപ്പം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദനകാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനയിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല. ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ്. ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി
ഇപ്പം നിത്യാരാധന ഇന്ന് 13-ാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് 700 കൊല്ലമേ ഉള്ളൂ നിത്യാരാധന തുടങ്ങിയിട്ട്. കുരിശിൻ്റെ വഴി സഭയിലെ ശുശ്രൂഷയാണ്. അതിൻ്റെ തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. ജപമാല 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ്? ദോസ് ഹു ആർ മെൻറ്റ്. അത് ആരാണ് ഇതോടെ മെൻറ്റ്? കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം CSI, പെന്തക്കോസ്റ്റ്, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഉടമ്പടി. അതിപ്പോഴേ നമ്മൾ 16-ലാണ് ഇത് ആക്ടിവേറ്റ് ആകണത്. 16 തൊട്ട് ഇങ്ങോട്ട് 8 കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ, എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത്. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 4:16. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത്. പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തി ഈശോൻ്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതിയരും യഹൂദരുമൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ചില യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനിസായിട്ടുള്ള പത്തോസിനെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ വിജാതിയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്തോസ് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദരാകണം, പിന്നെ നിങ്ങൾ സർക്കംസിഷനൊക്കെ ചെയ്യണം, ഛേദനാചാരം ചെയ്യണം, എന്നിട്ട് ക്രിസ്ത്യനായിട്ട് ബാപ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ വിഷയമങ്ങൾ കാരണം ഒത്തിരി ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം പാഷാണ്ഡതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി. പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു. കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല. എന്താണ്? സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളാണ്. ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ്, വേറെ ഒന്നുമില്ല, അവൻ പറയണ പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല, വെള്ളമില്ല, ജോലിയില്ല, ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗമൂർച്ഛയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? സുവിശേഷവിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100%
അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്തുമാത്രമാണെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം. അതാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അയ്യോ, ബൈബിളിൽ ടേക്ക് ബിടപ്പോടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഒരു ഭയങ്കര ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇത് മൊണോപ്പൊളി ഇല്ല ഇതിൻ്റെ അകത്ത്. ഓപ്പൺ മാർക്കറ്റ്. മറ്റത് റിസർവ്ഡ് ഇല്ല, ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണമല്ല. ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപ കൗതാശികമായി റിസർവ്ഡാണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യതീരുമാനങ്ങൾ എടുക്കുന്നത്, അക്രൈസ്തവരെക്കുറിച്ചുള്ള അന്ത്യതീരുമാനം എടുക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അതെവിടെ നിന്നാണ് ആ തീരുമാനം വരണത്? നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം വരുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പോൾ വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം, വ്യക്തിബന്ധിയായിട്ട് ഉടമ്പടി എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് ഉടമ്പടി എടുക്കുന്ന തുടക്കക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അക്രൈസ്തവരിൽ നിന്ന് വരുന്ന തുടക്കക്കാരില്ലേ, അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പടി എടുക്കണം. അവർക്ക് IELTS പാസ്സാകണം, അവരുടെ വസ്തു വിൽക്കണം, കടങ്ങൾ മാറണം. വിഷയബന്ധിയാണ് ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ്. ഉടമ്പടി കുറച്ചുകൂടി മച്ചുറായി കഴിയുമ്പോൾ, ഉടമ്പടി ജീവിതമാണല്ലോ, അത് വ്യക്തിബന്ധിയായിട്ട് മാറും. അത് ഓപ്ഷനിലാണ്. ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടുണ്ടോ? എന്നെ ഒരിക്കലും ചെയ്യത്തില്ല. അത് ദൈവം അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും, ചിലർ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. അത് അവരുടെ വിഷയങ്ങളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് എവിടെയെടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ആത്മബന്ധം നീയുമായിട്ടുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കണത് എന്താണ്? ഉടമ്പടി എന്ന് പറയണത് ബേസിക്കായിട്ട് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത് ആധാരം. ഇപ്പം നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം എന്താണ്? എന്ത് ആധാരമെന്ന് ചോദിക്കും. എന്താണ് അതിന്? സ്ഥലത്തിന് നമ്മൾ ആധാരം എന്നാണ് പറയണത്. ഇപ്പം നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ആധാരം? അതിനാണ് ആധാർ കാർഡ് എന്ന് പറയണത്. ബേസ്മെൻ്റ് എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങൾ ഇന്ത്യക്കാരനാണ്, അടിസ്ഥാനം എന്താണ്? കാർഡ് കാണിക്കാം, നമുക്ക് ആധാർ കാർഡ് കാണിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്ഥലം, നിങ്ങളുടെ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം. അപ്പോൾ നമുക്ക് ആധാരം ഉണ്ടതിന്. ഉടമ്പടിയുടെ ആധാരം എന്താ? ഉടമ്പടി ആധാരം എന്താ? നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ ദൈവമായിട്ട്? അപ്പോൾ അതിൻ്റെ ആധാരം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്.
ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താ? ഞാൻ ആ വാഗ്ദാനത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുന്നുണ്ട്. അതാണ് സംഭവം. സിമ്പിളല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉടമ്പടി അവലംബം എന്താണ്? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് കിട്ടണമെന്ന് എന്താ നിർബന്ധം? അത് ഞാൻ നിബന്ധനകൾ പാലിക്കുന്നുണ്ട്. അതാണ് വിഷയം. അച്ചാൽ നിബന്ധനകൾ പാലിച്ചാൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുമെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ കരയറ്റുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകം കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജീവനെ സ്വന്തമേ, സങ്കീർത്തനം 56-57 തിരുവചനങ്ങൾ. 119-56 തിരുവചനങ്ങൾ. അങ്ങയുടെ കൽപ്പനകൾ പറഞ്ഞു, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എന്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ ഉടമ്പടിയിൽ വരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം വരുന്നുണ്ട്. ദൈവത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് നമ്മുടെ വാഗ്ദാനമുണ്ട്. കർത്താവിൻ്റെ കാലം വരുമ്പോഴേയും ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഡിമാൻഡ്സ് മാറ്റണില്ല. കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യണത്. അതിനെന്താ 15:7 വായിച്ചേ? യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവൻ പറയണത് പോലെ ചെയ്യുന്നത് എന്താണ്? ആ ചെയ്യുന്നത് ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു മിനിമം പരിപാടിയുമായിട്ട് പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ് ഈ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞു, നിങ്ങളിൽ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം? 6 കാര്യമല്ല, 60 കാര്യം ചോദിക്കാം ദൈവത്തോട്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വചനത്തിൽ നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആവും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും, അടുത്ത ആഴ്ച അത് എപ്പോഴും ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്, ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ PR കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളം അടിക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കും ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. പക്ഷേ എന്താ പ്രശ്നം? വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂറ്റി നിലനിൽക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നൽകണത്. എന്താണ്? ഓരോ തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും ഇല്ലേ? പത്രം കൊടുക്കാൻ പറയും, രോഗികളെ പോയി കാണാൻ പറയും. അതെന്തിനാണ് ഗൃഹപാഠങ്ങൾ നൽകണത്? അതെല്ലാം എല്ലാം ഉദ്ദേശം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും. അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല. കാരണം നിങ്ങളുടെ IELTS-നോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനോ ഉള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയല്ല. പലർക്കും പറയുന്ന അബദ്ധം അവിടെയാണ്. അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാനിങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം? അവർക്ക് PR കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം. അതിനു വേണ്ടി അവർ ചെയ്യണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും. അപ്പോഴേ ഡ്രൈവ് വരും. എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണം? വ്യക്തിബന്ധിയായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റുവരാൻ സാധ്യതയുള്ളത് അതിനാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനയാണ് ഇതെല്ലാം എങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന. അതാണ് വിഷയം. ഇതെവിടെ യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോഴേ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത്? എന്നെ സ്നേഹിക്കുന്നവനാണ്. യോഹന്നാൻ 14:23 ഇതിന്റെ ഫണ്ടമെന്റൽ വചനമാണ്. എന്താ കാര്യം? പറഞ്ഞേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്ത്തില്ലേ, ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധിയായിട്ടല്ല. ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ് വേണ്ടത്. അതാണ് വിഷയം. അതെപ്പോഴും ഓർത്തേക്കണം കേട്ടോ. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫർ ലെറ്റർ വന്നാന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാനീ ചെയ്യണത് ഔട്ട് ഓഫ് ലവ് ആണോ, ദൈവസ്നേഹത്തോടെയാണോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹത്തോട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹം വരണത് ബൈ ദ വെരി പ്രസൻസ് ആയിട്ടാണ് വരണത്. ഇപ്പം നിങ്ങൾക്ക് മഴവില്ല് കാണണം, നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത്? അതെല്ലാം പക്ഷെ അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ്. ജോൺ പോൾ മാർപ്പാപ്പ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജോസഫച്ചൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ? അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ രീതിയിലുള്ള ഓരോ പ്രസൻസാണ്. പക്ഷേ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ്? അതായത് ആ 14:26 തന്നെയാണ് എൻ്റെ വചനം. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി എൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ
ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പ്രസൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവില്ല് കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യും. ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം. വചനം ഒന്നിന് വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത്, നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഒരു വഴിപിരിയൽ വരണത്. അവിടെ വെച്ച് വഴിപിരിയും. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാചെ കയ്യെ പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. വീട്ടിലെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് ദ ബെഡ് ഓഫ് ദൈവത്തെയും മാമോനെയും. ശ്രദ്ധിക്കട്ടെ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ കിടക്കണ ചട്ടിക്കലോ പ്രശ്നം. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്കി നിങ്ങളെ കാര്യങ്ങൾ പറയണമെന്നില്ല. കറക്റ്റ് ഡയറക്റ്റാണ്. ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. കർത്താവ് പച്ചക്ക് കാര്യം പറഞ്ഞൊക്കെയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക. 2 അധികാര സാധ്യതയില്ല. നിങ്ങൾ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിനകത്ത് വേറെ ചാൻസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ബോധം ഉണ്ടാകണം. ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമാണ്. എന്താ കാര്യം? അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ്. നോ ഡൗട്ട്. ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത്. അതാണ് എൻ്റെ വിഷയം. ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത്. നിന്റെ പാപത്തിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യോഹന്നാൻ 8:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. സിറ്റുവേഷൻ. യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ മരണമാണ്. അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട്. എന്താ കാര്യം? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത്. അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ABCD പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ പാപത്തിന് നീ മരിക്കേണ്ടതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല, ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പം നിൻ്റെ പാപത്തിന് നീ നിത്യമായി മരിക്കേണ്ട സാധ്യതയ്ക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയിട്ടുണ്ട്. അപ്പം സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെക്കും. കപ്പലുകാരെല്ലാം തിരിച്ചു പോകും. കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മൾ കടലിലൂടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ്. കടൽ പിശാചുക്കൾ കൊന്നുകളെയും പിടിച്ച്. അതുകൊണ്ടാണ് നോ മോർ ബിയോണ്ട്, ഇനി പോകരുതെന്ന് എഴുതും. അപ്പോൾ കൊളംബസ് ആണ് ആ മലയും
നോ മോർ ബിയോണ്ട്, ഇനി മുന്നോട്ട് പോകരുത് എഴുതിയിട്ടും പുള്ളിയുടെ പാക്കപ്പൽ പുള്ളി ഓടിച്ചു പോയി അമേരിക്ക കണ്ടുപിടിച്ച്. ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞേ. എന്താ കളഞ്ഞത്? എന്നിട്ട് അപ്പം എന്താ ബിയോണ്ട്, മോർ ബിയോണ്ട്, ഇനിയും പോകാമെന്ന്. ഇതാണ് ക്രിസ്തു ചെയ്തത്.